ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ആനിമേഷൻ പാർട്ട് 2. ഫസ്റ്റ് ആ വീഡിയോയ്ക്ക് ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ഭയങ്കര സന്തോഷം ഉള്ളൊരു നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് ആ വീഡിയോയ്ക്ക് എനിക്ക് തോന്നുന്നൊരു 150 അല്ലെ 300 വ്യൂസ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ബട്ട് അതിന് നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഭയങ്കരമാണ്. സോ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ബ്ലെൻഡറിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ കാർ ആനിമേഷൻ അങ്ങനെ കുറേ നല്ല ട്യൂട്ടോറിയൽസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അതായത് പ്രൊഫഷണലായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം. ഞാനിപ്പം 3 ഇയർ ആയിട്ട് പല കമ്പനിക്ക് വേണ്ടിയിട്ടും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കൂടുതൽ ഉപയോഗിക്കുന്നത് ബ്ലെൻഡറും ആഫ്റ്റർ എഫക്ട്സും ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാർ ആനിമേഷൻ പാർട്ട് 1 ഇത്രയും സപ്പോർട്ട് എനിക്ക് തന്നതിൽ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. താങ്ക് യു സോ മച്ച് ഗായ്സ്. അപ്പം അതുമല്ല, എൻ്റെ പല വീഡിയോകൾക്കും ഇടുന്നതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. എൻ്റെ സംസാരം, ചില കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വരത്തില്ല. സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളാണ്. അതൊക്കെ മാറ്റിയെടുക്കാം. ഞാൻ എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കാം അത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കാം. സോ വി വിൽ ഗോ ടു ദ പാർട്ട് 2. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ക്യാമറ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ലോക്ക് ചെയ്യുക. അറിയാലോ, ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇങ്ങോട്ട് എടുത്ത് വെച്ചു. എനിക്കത് കാണിക്കാൻ പറ്റിയില്ല, കാരണം സ്റ്റോറേജ് സ്പേസ് കുറച്ച് കുറവായതുകൊണ്ട് വീഡിയോ പോസായിപ്പോയി. ഞാൻ ഇപ്പോൾ രണ്ടാമത് നോക്കിയപ്പോഴത്തേക്കാണ് കണ്ടത് കുറച്ച് ഭാഗങ്ങൾ, അതായത് ഇവിടം വരെ നമ്മൾ ചെയ്തിട്ടുള്ളതുണ്ടായിരുന്നു. ബാക്കി ഇതെടുത്ത് വെക്കുന്ന അത്രയും കുറച്ച് സെക്കൻഡ്സ് കട്ടായിപ്പോയി നമുക്ക്. ഓക്കെ, നമ്മളിപ്പം ഈ പോയിന്റിനടുത്ത് ഇങ്ങോട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് അതായത് ഇവിടെ വരെ ഉള്ളായിരുന്നു. ഇവിടുന്ന് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് സെറ്റ് ചെയ്തു. ജസ്റ്റ് 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഒന്ന് ഇവിടെ, ഒന്ന് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ നീങ്ങുന്നതായിട്ട് കണ്ടില്ലേ, അത് മൂവ് ചെയ്ത് ഇങ്ങനെ വരുന്നതായിട്ട്. നമ്മുടെ വിഷ്വൽ ഇത് എങ്ങനെയായിരിക്കും പോകുന്നു. പതുക്കെ നേരെ ഇവിടെ ടയർ ചെറുതായിട്ടൊന്ന് വളഞ്ഞ് ഇങ്ങനെ കയറി നേരെ ഇതിലേക്ക് പോവും. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ പോയിട്ട് റെക്കോർഡ് കൊടുക്കുക, പ്ലേ കൊടുക്കുക. ഇപ്പം കണ്ടില്ല, ഇപ്പം നമുക്ക് ആ വീഡിയോ കറക്റ്റ് ആ രീതിയിൽ നമുക്ക് കിട്ടും. നേരെ വന്നു, കണ്ടില്ലേ, ആ ടയർ ഒന്ന് വളഞ്ഞ് കയറി നേരെ ഇത്രയും വരെ വരുന്നുള്ളൂ. അത് എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടെ നോക്കാം. നമുക്ക് ഇവനെ ഇപ്പോൾ ഈ കോൺവെക്സ് ഹള്ളിലാണ് നടക്കുന്നത്. നമുക്ക് അതിനെ ജസ്റ്റ് മെഷിലേക്ക് കൊടുക്കാം. ലോഡ് ആകാൻ ചാൻസ് ഉണ്ട്, ക്രാഷ് ആകാനും ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ടോർക്ക് മിക്കവാറും കുറച്ചും കൂടി വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടില്ലേ, സ്റ്റക്കാന്നാണ്. അപ്പം അവിടെ ഇനിയിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തേ കയറത്തുള്ളൂ. കണ്ടോ, അവിടെ കയറുമ്പോൾ അത് അങ്ങനെ കയറി വലിയ സീൻ ഇല്ലെന്ന് തോന്നുന്നു. കണ്ടില്ലേ, അവിടെ അപ്പം അങ്ങനെ വന്നില്ലേ, നേരെ കണ്ടോ ഇവിടെ വരെ നമുക്ക് കിട്ടിയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കൊരു 460 നമുക്ക് കൊണ്ടുവെക്കാം. അപ്പോൾ 460 കൊണ്ട് ഇവിടെ ചെയ്യണമെന്നില്ല. ജസ്റ്റ് കൺട്രോൾ എൻഡ് ബട്ടൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവിടെ വരും. അങ്ങേപ്പുറത്താണെങ്കിൽ കൺട്രോൾ ഹോം ബട്ടൺ. ഓക്കെ, സോ നമുക്ക് ടോർക്ക് ഒന്ന് ഇച്ചിരി കൂട്ടിയിടാം. ഇത് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തിട്ട് ടോർക്കിൽ വന്നിട്ട്, ടോർക്ക് നമ്മൾ കുറച്ചിട്ടിരിക്കുക. ടോർക്കിൽ ഒരു 2 ഇടാം. 2 ഇട്ടിട്ട് ഇവിടെ സ്പീഡ് ഇച്ചിരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നറിയാം. ഓക്കെ ആണ്. നമുക്കൊന്ന് ക്യാച്ച് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. മെഷ് ഒരുപാട് കാൽക്കുലേഷൻ ചെയ്യുന്നതുകൊണ്ടാണ്, അതായത് അതിൻ്റെ ഹൈറ്റും ഡെപ്തും ഒക്കെ കാൽക്കുലേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ചെറിയ സ്റ്റക്ക് വരുന്നത്. കറക്റ്റ് നമ്മുടെ പോയിന്റിൽ വന്ന് നിൽക്കണം. സ്റ്റക്കാവുന്നുണ്ടോ? കൂടുതലും മെഷ് ഉള്ള ഭാഗത്തേക്ക് ടയർ കയറുമ്പോൾ ഫുള്ള് കാൽക്കുലേഷൻ വരും. സിസ്റ്റത്തിന് പവർ ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും സ്റ്റക്കായെന്ന് വരും. ഈ പാർട്ട് നിങ്ങൾ ചെയ്യുമ്പോഴത്തേന് കുറച്ചും കൂടെ സിസ്റ്റത്തിന് താങ്ങാൻ പറ്റുന്ന എന്താണോ അത് കറക്റ്റ് കൊടുത്ത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ബ്രേക്ക് പിടിക്കുക. ബ്രേക്ക് കിട്ടി കേട്ടോ. നമുക്കിനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നോർമലായിട്ട്. നേരെ കയറി ഉണ്ടോ. ഇപ്പോൾ ഒരു വട്ടം ജസ്റ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയും സീനില്ല. കണ്ടോ, അവിടെ ഇടിച്ച് നിൽക്കുക അല്ലേ. നമുക്കപ്പോൾ ഇങ്ങനെയല്ല വേണ്ടത്.
ഇവിടെങ്ങാനും വന്ന് നിൽക്കണത്, അതായത് നമ്മുടെ ഈ പാത്തില്ല, അത് ജസ്റ്റ് ഇവിടെങ്ങാനും കൊണ്ടുവെക്കാം അല്ലേ. ഇവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ടിരിക്കട്ടെ. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് കീ ഫ്രെയിംസ് കൊടുക്കാം. ഇവിടെ നമ്മൾ ലൊക്കേഷൻ ആൻഡ് റൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, കൊടുക്കുക. അപ്പോൾ അത് അങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് ഈ വ്യൂവിൽ നിന്ന് വെള്ളോട്ട് ഇറങ്ങിയിട്ട് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം പോകുന്നത് നോക്കാം. ഇപ്പോൾ സ്ട്രൈറ്റ് അല്ലേ, നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങോട്ട് കൊടുക്കാം. അത് വേറൊന്നിനുമല്ല, ആ ടയർ വളഞ്ഞ് കയറുന്നത് നമുക്ക് കാണാൻ പറ്റണം. കണ്ടോ, ഇതിങ്ങനെ കയറി ഇങ്ങനെ പൊക്കോളൂ. സോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബേക്ക് ചെയ്യാം. ഡിലീറ്റ് ആൻഡ് ബേക്ക്. അല്ല, നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നേരെ പോകുന്നു, പോയി ടയർ കറങ്ങിയതിന് ശേഷം നമുക്കിവിടെ കാണിക്കണം. ഇവിടെ കാണിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ചെറിയ ചെറിയ ഹൈറ്റ് കാര്യങ്ങളെ അതൊക്കെ നമ്മൾ ശരിയാക്കുന്നതാണ്. അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇവിടുത്തെ ഈ ഒരു പാർട്ട് ഇപ്പം നമ്മൾ ഇത് ചെയ്തിട്ടില്ലേ, എന്താ പറയുക, ബേക്ക് ചെയ്തില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവനെ ഹൈറ്റ് കൂട്ടി വെക്കുക എന്നുള്ളതാണ്. കണ്ടില്ലേ, ആ ടയറിൽ എവിടെയാണോ തൊടുന്നത് അതിൻ്റെ ഹൈറ്റ് കൂട്ടി വെക്കുമ്പോൾ ഇപ്പം എല്ലാം ടച്ചാവും. കണ്ടില്ലേ, ടച്ചായി അത് കയറിപ്പോകത്തുള്ളൂ. കണ്ടോ, കറക്റ്റായില്ലേ? ദാറ്റ്സ് ഇറ്റ്. സോ ഇപ്പം നോക്കാം. നമുക്കൊരു ക്യാമറയും കൂടെ വേണം. അതിന് നേരെ ഇവനെ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് ഡി അടിച്ച് മാറ്റി വെക്കുക, Ctrl+0 പ്രസ് ചെയ്യുക. ഇപ്പം നമുക്ക് വേറെ ക്യാമറ ആയിട്ടുണ്ട്. സോ ഇവിടെ കൊണ്ടുവന്നിട്ട് എവിടം വരെയാണ് വണ്ടി പോകുന്നത് നോക്കാം. ഇവിടെ ഉണ്ട്, നമ്മളിവിടെ കൊടുക്കാത്തണ്ടാട്ടോ. Ctrl+B പ്രസ് ചെയ്യുക, അവിടെ വന്നിട്ടുണ്ട്. സോ ഇപ്പം കണ്ടില്ലേ, ഇതുവഴി ഇങ്ങനെ കയറി. ഇനി നമുക്ക് ഇവനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, എവിടാണ് വണ്ടി വന്നിരിക്കുന്നത് നോക്കാം. ആ ബ്രേക്കിംഗ് എത്ര ഒരു പെർഫെക്റ്റ് ആയിരുന്നല്ലേ. ഐ തിങ്ക് ഒരു ചെറിയ ഇതുണ്ട് കേട്ടോ, വണ്ടി ഇടിച്ച് നിൽക്കുമായിരുന്നു തോന്നുന്നു കേട്ടോ. ഇതിൽ ഇടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അതായത് കുറച്ചും കൂടെ പുറകോട്ട് ഇറക്കി വെച്ച് ഒന്നുകൂടെ നമ്മൾ ബേക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവനെ കുറച്ച് താഴോട്ട് ഇറക്കി വെക്കാം. കാരണം ബേക്ക് ചെയ്യുമ്പോൾ അത് ആവശ്യമായിട്ട് വരും. എന്നിട്ട് ഇവനെ പിടിച്ച് ഓക്കെ, ഇത് ഓൺ ആക്കി വെക്കുക. ജി പ്രസ് ചെയ്ത് ചെറുതാക്കിയിട്ട് കുറച്ച് താഴ്പോട്ടാക്കി വെക്കുക. കണ്ടില്ല, അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ആ ഒരു ഇത് കുറഞ്ഞു കിട്ടും. എന്നിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് വീണ്ടും ബേക്ക് ചെയ്യുക. ഈ ബേക്കിങ് ഭയങ്കര ഒരു ചടങ്ങ് പിടിച്ചൊരു സംഭവം കേട്ടോ. കുറേ വട്ടത്തെ പരിശ്രമമായിരിക്കും നമുക്ക് നല്ലൊരു ബലം തരുന്നത്. റെക്കോർഡ് പ്ലേ. അങ്ങനെ നമ്മുടെ ബേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. വളഞ്ഞ് കയറി അതിൻ്റെ മണ്ടയിൽ കൂടെ കയറി നമുക്കിവിടെ ഇനി ഒരു ഷോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ശരിയാവും. നമുക്ക് നോക്കാം റെൻഡറിൽ എങ്ങനെയാന്ന്. കുറേ സംഭവങ്ങളൊക്കെ ഹൈഡ് ചെയ്യാനുണ്ട് കേട്ടോ. ആലോചിക്കുക, നമുക്ക് ഇവിടെയൊക്കെ ടെക്സ്റ്റും ലോഗോസൊക്കെ വെക്കുമ്പം അതിനനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെ ലാസ്റ്റ് ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇവനെ ഓഫ് ചെയ്തിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഇനിയുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ബേക്കിങ് കഴിഞ്ഞിട്ടുണ്ടല്ലേ. സോ ഇവനെ നമുക്ക് മേലോട്ടാക്കി വെക്കാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ, എപ്പോൾ ബേക്കിങ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒബ്ജക്റ്റിനെ മേലോട്ട് കുറച്ച് കയറ്റി വെക്കുക, ആ ടയറിൽ ടച്ച് ആകുന്ന രീതിയിൽ വെക്കുക എന്നുള്ളതാണ്. ത്രെഡ് യൂസ് ചെയ്ത് കുറച്ച് ടച്ചായി ഇരുന്നോട്ടെ, കുഴപ്പമില്ല, കാരണം ടയറല്ലേ. കണ്ടോ? അപ്പോൾ കറക്റ്റ് എല്ലാം ടച്ചായിട്ട് കയറിപ്പോ. കണ്ടോ? കണ്ടില്ലേ? ഇവിടെ വന്ന് ടയർ ഒന്ന് തിരിഞ്ഞ് കയറി. ഇനി നമുക്ക് ആഡ് ചെയ്യുന്നത് മറ്റേ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ച കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഇല്ല, അതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിനായിട്ട് ഇതിൻ്റെ തന്നെ ഒരു ആൾട്ട് ഡി എടുത്ത് കൺട്രോൾ എം, ഇത് വേറെ ഒന്നിനാണ് നമ്മൾ കുറച്ചു മുമ്പേ കണ്ടപ്പോഴത്തേക്കിന് അവിടെ ഒരു ഓവർലാപ്പ് ഉണക്ക് കയറി കിടന്നിരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പം ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ലൈറ്റിങ് എനിക്ക് അങ്ങോട്ട് സൂഹിക്കുന്നില്ല. നമുക്ക് ഇതിനെ കൂടെ ഒന്ന് ചെറിയൊരു എം ടി ആഡ് ചെയ്ത് സെറ്റ് ചെയ്യാം. എം ടി ആക്സിസിൽ അങ്ങനെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എം ടി പ്രസ് ചെയ്യുക, കൺട്രോൾ പി, കീപ് ട്രാൻസ്ഫോം. ഇവിടെ നമ്മൾ വേറൊരു സംഭവം കൂടെ ആഡ് ചെയ്യാണ്. ഒരു ചെറിയ കുറച്ച് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയും കൂടെ ഒന്ന് ആഡ് ചെയ്യാണ്. കാരണം ഇവിടെ നമുക്ക് കണ്ടില്ലേ, ഇത് കയറി വരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവനെ എടുത്ത് നേരെ കുറച്ചിങ്ങനെ ആക്കി പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ അവിടെ അങ്ങനെ ഇട്ട് കണ്ടില്ലേ, ഇപ്പോൾ സെറ്റായി അല്ലേ. സോ ഇനിയിപ്പോൾ നമ്മുടെ വർക്ക് നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഇതിലേക്ക് കുറച്ചും കൂടെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോവാണ്. അതിന് നേരെ നമ്മൾ ഈ പ്രോജക്റ്റ് ഒന്നുകൂടെ സെലക്ട് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് സേവ് ചെയ്യുക. ഇതിൽ 001 എന്നിട്ട് സേവ് ചെയ്യാണ്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പോവും. അപ്പോൾ അതിന് കുറച്ച് സംഭവങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെയൊക്കെ അവിടെ വണ്ടി വന്ന് നിൽക്കുന്നത് ഇവിടെ അല്ലേ, അപ്പോൾ അവിടെ വെച്ചിട്ട് സെലക്ട് ചെയ്യുക. കുറച്ച് ഗ്രാസും ഇതൊക്കെ വേണം. അതിന് വെർട്ടിക്സ് ഗ്രൂപ്പ് ആഡ് ചെയ്യുക. കാരണം ഇതിനെ നമുക്ക് ഡെൻസിറ്റി ആയിട്ട് കൊടുക്കും. അതായത് ഇത്രയും ഭാഗത്ത് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും പ്ലാൻസിന്. എന്നിട്ട് നമ്മുടെ ഇതിൽ പോയിട്ട് പാർട്ടിക്കിൾ സിസ്റ്റമിൽ പോവുക, ആഡ് ചെയ്യുക. ഇതിൽ നമ്മൾ ഇവിടെയോ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നേരത്തെ പ്ലാന്റ്. അതെ, ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അതിൽ കാണിച്ചു കൊടുക്കുക.
ഹെയർ നോട്ട്സിൽ പോയിട്ട് അവിടെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് നേരെ അവനെ കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ വന്നിട്ടുണ്ട്. സ്കെയിലൊക്കെ ഒന്ന് കൂട്ടുക. എന്നിട്ട് ഡെൻസിറ്റിയിൽ ആ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. ഇതിൽ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത കണക്ക് തന്നെ ഒരു 50% ഒക്കെ ആഡ് ചെയ്ത് ചിൽഡ്രൻസിൽ സാമ്പിളൊക്കെ ആഡ് ചെയ്തിട്ട് അതിൽ പോയിട്ട് റഫ്നെസ്സിൽ റാൻഡം വാല്യൂസ് ഒക്കെ ഒന്ന് കറക്കി കൊടുത്ത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ റാൻഡം ആയിട്ട് നമ്മൾ കൊടുത്തിട്ട് ഇത്രയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ കുറച്ച് ചെറുതായിട്ട് ഒന്ന് കൊടുക്കുക. അതിൽ റെൻഡർ വ്യൂവിൽ പോയി നോക്കാം. ഈ പ്ലാന്റ് ചിലപ്പോൾ നമുക്ക് മാറ്റേണ്ടി വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളൊന്ന് മാറ്റി പിടിക്കുക കേട്ടോ. ഇവിടെ ഈ പ്ലാന്റിന് പകരം നമുക്ക് വേറെ പ്ലാന്റ് ആഡ് ചെയ്യാം. പ്ലാന്റ് ഒരു സുഖമില്ല കാണാൻ. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഇത് ഡിസ്പ്ലേ എമൗണ്ട്, ഇത് റെൻഡർ എമൗണ്ട് ആണ്. ഇവിടെ എത്രയാണോ കൊടുക്കുന്നത് അതേ തന്നെ താഴെ കൊടുക്കാൻ ശ്രമിക്കുക. അത് ഇതിലായാലും എവിടെ ആയാലും റെൻഡർ എമൗണ്ട് നോക്കി കൊടുക്കുക. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ ഇത് ക്ലിക്ക് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഗ്രാസ് കാര്യങ്ങൾ ആഡ് ചെയ്യാം. നമുക്കതിന് ബ്ലെൻഡർ കിറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. ഗ്രാസ് ഫ്രീ. നമുക്കിവിടെ ഈ ഗ്രാസ് എടുത്ത് നോക്കാം. ഇവിടെ വന്നിട്ടുണ്ട്. സ്കെയിലൊക്കെ അപ്ലൈ ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ ഇവനെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടി നോക്കുക. റൊട്ടേഷൻ കറക്റ്റ് അല്ലല്ലോ. ഇതിൻ്റെ റൊട്ടേഷൻ ഒന്ന് നോക്കാം. നേരെ ടൂൾസ് ഒറിജിൻസിൽ പോയിട്ട് നേരെ ഗ്രൂപ്പിൽ അസൈൻ ചെയ്യുക. അസൈൻ ചെയ്യുമ്പോൾ എവിടെയൊക്കെ അസൈൻ ചെയ്തു അവിടെയൊക്കെ വരുന്നതാണ്. ഇപ്പം നമുക്ക് നമ്മുടെ വ്യൂ നോക്കുമ്പോൾ ദൈന്യായിരിക്കും, കണ്ടില്ലേ? ഇതേ സംഭവങ്ങൾ നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സീൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. വ്യൂ പോർട്ടിലെ പ്രിവ്യൂ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. കണ്ടില്ലേ? അതിൻ്റെ ആ മോഷന് എല്ലാം എനിക്ക് തോന്നുന്നു കൂടി 2.5 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും തോന്നുന്നു ഞാൻ ഈ സെറ്റ് ചെയ്യാൻ വേണ്ടി സീന്. അതുവഴി കയറി നേരെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു അല്ലേ? കണ്ടില്ലേ? ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കണ്ടവരോട് ഒരു ബിഗ് താങ്ക്സ് ഞാൻ പറയുന്നു.
സോ നെക്സ്റ്റ് ടൈമിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് കാണുക, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക. ഫുള്ള്, അതായത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാകുന്ന ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഓരോ വർക്ക് ഞാൻ പറഞ്ഞു തരാം. കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പോയിട്ട് അത്യാവശ്യം കുറച്ച് വ്യൂസൊക്കെ ആയതിനു ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് യാതൊരു യൂസും ഇല്ല, ആർക്കും എത്തത്തുമില്ല. പിന്നീട് ഇപ്പം 4 പേര് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ആരും വന്ന് നോക്കത്തും എടുക്കത്തൊന്നുമില്ല. അപ്പം ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ഇടാത്ത. ഇപ്പം അത്യാവശ്യം നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേനും മനസ്സിലാവുന്നുണ്ടല്ലോ ഒരു സീൻ എങ്ങനെയാണ് സെറ്റാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെറിയ ചെറിയ ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടല്ലോ. പിന്നെ അത്യാവശ്യം ഞാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട്സ് കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ എനിവേ, താങ്ക് യു സോ മച്ച് ഗായ്സ്. ബൈ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്, ഉടനെ തന്നെ കാണും. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അപ്പോൾ തീരുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണാം അല്ലേ? ഓക്കെ. Hilux ready to go.